Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, we can start. Who is going to do prayer? Aruli. Yes, what happened? Prayer na Aruli. എല്ലാരും ഉറങ്ങാണോ? ഇത് പ്രതീക്ഷിതാണോ ഞാൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട്? ആണോ? ഹലോ, പറയുന്നത് ഞാൻ കേൾക്കാത്താണോ? അല്ല മേഡം, ഇന്ന് ആരും അറേഞ്ച് ചെയ്ത് എത്തിയില്ലായിരുന്നെന്ന് തോന്നുന്നു. എന്തായാലും ഞാനൊരു പ്രയർ പറയാം. ഓക്കെ, മലയാളത്തിലാണ്. ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണം, പാപമാം എന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം, ദുഷ്ട സംസർഗം വരാതെയായി ഇടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ പ്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. ഓക്കെ മാം. മാം തോട്ട് ഞാൻ പറയാം. ഓ പ്ലീസ്. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. സുബിത തന്നെയല്ലേ പേര്? അതെ, സുബിത. പ്രേയർ പറഞ്ഞത് നവമി തന്നെയാണോ? പേരതാണോ? അല്ല മേഡം, എന്റെ പേര് മഞ്ജു ആണ്. മോളെ പേരിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ മഞ്ജു. ഓക്കെ സുബിത, പ്ലീസ്. The future depends on what we do in present. ഗാന്ധിജിയുടെ തോട്ടാണ്. ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. ഓക്കെ ഫൈൻ. നമ്മൾ കണ്ടിട്ട് കുറെ നാളായോ? ഇല്ല, ക്ലാസ്സിൽ വന്നിരുന്നല്ലേ ഞാൻ? ഒരാഴ്ചയായിട്ടുള്ളൂ മാം, ഒരാഴ്ചക്കകം ക്ലാസ്. ഓക്കെ, സോ ഒരു ചെറിയ കാര്യമല്ല, നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഒരു മിനിറ്റ് എന്റെ ഒരു ബുക്ക് ഒന്ന് എടുക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് എത്ര അസൈൻമെന്റ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ ഇപ്പൊ തരാം. യെസ്, പറഞ്ഞു. അസൈൻമെന്റ്സ് ആണേ. ഏതൊക്കെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുള്ളത്? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു പോയതല്ല, ക്ലാസ് റൂമിൽ ഇട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ലല്ലോ. ഒന്നും വന്നിട്ടില്ല നിങ്ങൾക്ക്? ഒന്നും വന്നിട്ടില്ല മാം, ഇട്ടിട്ടില്ല. അശ്വതി മിസ്സിന്റെ 2 അസൈൻമെന്റ് ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് കറക്ഷൻ ചെയ്ത മാർക്ക് എല്ലാം കിട്ടിയോ? മാർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അശ്വതി മിസ് തന്ന അസൈൻമെന്റ് ഏതൊക്കെയായിരുന്നു? അശ്വതി മിസ് തന്നത് ഒന്ന് കലോറി ചാർട്ടും പിന്നെ വൈറ്റമിൻസ് ഇൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പിക്ചർ ഒക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ, അപ്പൊ ഓരോ ടീച്ചർമാരും അവരെടുക്കുന്ന ടോപ്പിക് റിലേറ്റഡ് ചിലപ്പോൾ ആക്ടിവിറ്റീസ് അസൈൻമെന്റ് ഒക്കെ തരും. അസൈൻമെന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിനുള്ളൊരു പോയിന്റ്സ് എന്നുള്ള രീതിയിലാണ് തരുന്നത്. നമ്മൾ മോണ്ടിസോറി മെത്തേഡിലേക്ക് ആയി വരുന്നേ ഉള്ളൂ. മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾക്ക് പാർട്ട് 3 ആവുമ്പോഴാണ് വരുന്നത്. അതിനു മുമ്പേ അതിന്റെ ചില ബാലപാഠങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പോകും. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഈസ് നോ മാർക്സ്, നോ ഗ്രേഡ്സ്, നോ റിവാർഡ്സ്, നോ പോയിന്റ്സ്, നോ പണിഷ്മെന്റ്. ഇതാണ് മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത. ബട്ട് എന്നിരുന്നാലും നമുക്ക് തോന്നും എന്തെങ്കിലുമൊക്കെ നമുക്കൊരു അപ്രൈസൽ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമൊക്കെ നമുക്ക് തോന്നും, അല്ലെ? അതായത് കുട്ടികൾക്ക്, കുഞ്ഞുങ്ങളുടെ കാര്യമാകുമ്പോൾ അവർക്ക് ഈ സ്റ്റാർ വരച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമാണ്. AG ക്ലാസ്സിലൊക്കെ ടീച്ചർമാര് കയ്യിൽ വരച്ചു കൊടുക്കുന്നു, സ്റ്റിക്കർ ബുക്കിൽ ഒട്ടിക്കുന്നു, അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ നാട്ടില് സ്കൂളുകളില് പ്യുവർ മോണ്ടിസോറി ഒന്നും അല്ല, ട്രഡീഷണൽ മെത്തേഡുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ്. ബട്ട് വൺസ് നമ്മളൊരു കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വോണ്ട് ഹർട്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റു കുഞ്ഞുങ്ങളെ പേജ് നമ്പർ ഇല്ല, ഇതെന്റെ മനസ്സിലെ പേജ്. ദീപ പേജ് തുടങ്ങിയിട്ടില്ല ക്ലാസ്. മറ്റു കുട്ടികളെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുട്ടിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യരുത്. അത് നമ്മുടെ വീട്ടിലെ കുഞ്ഞാണെങ്കിലും ശരി, നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടാവും, ചിലപ്പോ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി ആകുമ്പോൾ കസിൻസ് ആ രീതിയിൽ കുറെ കുട്ടികൾ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരു കുഞ്ഞിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് മറ്റു കുട്ടികളെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത്. ഒരു കുഞ്ഞിനെ നമ്മൾ വഴക്ക് പറയുമ്പോൾ പണിഷ് ചെയ്യുമ്പോൾ അത് പാടില്ല എന്ന് തന്നെയാ പറയുന്നത്. മറ്റു സ്നേഹത്തോടുള്ള ശാസനയൊക്കെ ആവാം, അത് നമ്മുടെ ബോണ്ടിങ് കൂട്ടും കുഞ്ഞുങ്ങളുമായിട്ട്. അതേസമയം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, കുട്ടി ഞെട്ടിപ്പോകുന്ന രീതിയിൽ ഷൗട്ട് ചെയ്യുക, അവരെ ബീറ്റ് ചെയ്യുക, വടി കൊണ്ടൊക്കെ അടിക്കുക, പിച്ചുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഭയങ്കര മുറിവാ, അത് മായില്ല. പിന്നെ അതിങ്ങനെ ഒരു കല്ല് പോലെയാവും, വാശിയാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു കുട്ടിയെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റു കുട്ടികളെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ സ്കൂളിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ, നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ, അങ്ങനെ നമ്മൾ ഇടപെടുന്ന ഇടങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. വേറൊരാള് ചെയ്യുന്ന കണ്ടാൽ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ അതിന് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, നമുക്ക് ശരിയായ രീതിയിൽ ഇന്റർവെൻഷൻ നടത്താൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ മനസ്സിലാക്കുക തന്നെ വേണം. അപ്പൊ ഈ അസൈൻമെന്റിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഒരു ബാച്ചിൽ നിന്ന് വന്നതാണ്. നോട്ട് ബ്ലെയിമിങ് എനിവൺ ട്ടോ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് കുട്ടിയുടെ ഒരു നിഷ്കളങ്കതയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. അതായത് ഇതായിരുന്നു ചോദ്യം: ഒരു പേജ് എഴുതിയ ആൾക്കും 10 പേജ് എഴുതിയ ആൾക്കും ഒരേപോലെ മാർക്ക്. എല്ലാവർക്കും തന്നെ 10 points, 10ൽ 10 ആണെങ്കിൽ 10 points തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ കണ്ടപ്പോ ആൾക്കത് ഭയങ്കര ഒരു വിഷമം തോന്നി. വേറൊന്നുമില്ല, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തു, എഫേർട്ട് എടുക്കാത്ത ഒരാൾക്കും എഫേർട്ട് എടുത്ത് എനിക്കും ഒരുപോലെ മാർക്ക് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമം. എനിക്ക് ആരാ വ്യക്തി എന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇൻഡയറക്ട്ലി വന്നൊരു മെസ്സേജ് ആണ് ഓഫീസിൽ നിന്ന്. അപ്പം ഇതെന്താ വെച്ചാല്, ഞാനിപ്പോ ഒരു അസൈൻമെന്റ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു അസൈൻമെന്റ് തന്നെയാണ്. The remote control of your happiness is in your hand. If anyone says anything and you feel very down, then the remote control of your happiness is in their hand. Question മനസ്സിലായോ? നമ്മുടെ സന്തോഷത്തിന്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. വേറൊരാൾ എന്തോ പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ കരഞ്ഞു വിളിച്ചു നടന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാണ്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ്. നിങ്ങളുടെ വ്യൂ എന്താണ്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച്? ഇതാണ് അസൈൻമെന്റ്. ഇത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. നിങ്ങളുടെ ഒപ്പീനിയനിൽ ചോദിച്ചേ, ഗൂഗിളിന് അറിയാമോ നമ്മുടെ മനസ്സ്? എഐക്ക് അറിയാമോ നമ്മുടെ മനസ്സ്? നമ്മൾ തന്നെ ആലോചിക്കും. അപ്പൊ ഞാൻ അതിന് ആൻസർ എഴുതുമ്പോൾ ഞാൻ എഴുതും, എന്റെ ആൻസർ ചിലപ്പോൾ ഒറ്റ സെന്റൻസ് ആയിരിക്കും: എന്റെ റിമോട്ട് കൺട്രോൾ, എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിലാണ്, അത് ഞാൻ വേറൊരാൾക്കും കൊടുക്കില്ല. കഴിയും എന്റെ അസൈൻമെന്റ്. വേറൊരാൾ എഴുതുമ്പോൾ ഇന്നലെ വരെ വേറെ ആൾക്കാരുടെ കയ്യിലായിരുന്നു, ഇനി ഞാൻ അനുവദിക്കില്ല. എന്റെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ എന്റെ കയ്യിൽ തന്നെയാണ്, ഞാൻ വേറൊരാൾക്ക് കൊടുക്കില്ല. കുറച്ചുകൂടെ എഴുതുമായിരിക്കും. അപ്പൊ ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് അതിനെ റിലേറ്റ് ചെയ്ത്, ചിലപ്പോൾ ചിലർ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്ത് എഴുതുമായിരിക്കും. അത് ചിലപ്പോൾ ഒരു എസ്സേ പോലെ ഉണ്ടാവും, 2-3 പേജ് ഉണ്ടാവും. നോക്കുമ്പോൾ ഓരോരുത്തരുടെ വ്യൂസ് ആണ് അവർ എഴുതി വെക്കുന്നത്. അല്ലാണ്ട് നമ്മൾ കറന്റ് അഫയേഴ്സോ ജനറൽ നോളജോ ഒന്നുമല്ല നമ്മൾ അസൈൻമെന്റ് ആയിട്ട് എഴുതാൻ പറയുന്നത്, അല്ലെ? വ്യൂസ് ആണ് എഴുതുന്നത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോ ഈ മാർക്കിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് ഒന്ന് ചിന്തിക്കും. ഈ ഒരു വൈവ സമയത്ത്, ഫസ്റ്റ് ബാച്ചിന്റെ ഒക്കെ വൈവ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വൈവ സമയത്ത് ഞാനൊരു കുട്ടിയോട്, വിഷ്ണുപ്രിയ എന്ന പേര്, വിഷ്ണുപ്രിയ ഒന്ന് ഈ എഴുതിയ അസൈൻമെന്റിനെ പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ വിഷ്ണുപ്രിയ പറയാണ്, മാം, നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നില്ലല്ലോ, അത് വേറെ ആരുടെയെങ്കിലൊക്കെ കയ്യിലേക്ക് പോകാറില്ലേ എന്ന് വിഷ്ണുപ്രിയ ചോദിച്ചു. വൈവയാണ്, വിഷ്ണുപ്രിയ എന്നോട് ചോദിക്കുവാണ്. അപ്പൊ എനിക്കത് കേട്ടപ്പോ ഭയങ്കര, വിഷ്ണുപ്രിയ ചിന്തിച്ചതും വിഷ്ണുപ്രിയ എക്സ്പീരിയൻസ് ചെയ്തതും ചോദിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. വിഷ്ണുപ്രിയ ചെയ്തത് ശരിയാണ്. നമ്മൾക്ക് പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഹെൽത്തി റിലേഷൻഷിപ്പ് ആണ് കേട്ടോ, വേറെ ടോക്സിക് ആയ ഒന്നിലേക്ക് നമ്മൾ പോവില്ല.
നമുക്ക് ലൈഫ് പാർട്ട്ണർ ഉണ്ട്, കുട്ടികളുണ്ട്, പാരന്റ്സ്, ഇൻലോസ്, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ കസിൻസ്, നമ്മൾ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ നൈബർഹുഡ്, വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ കൊളീഗ്സ്, അങ്ങനെ പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമുക്കുണ്ട്. ചിലതുമായിട്ട് അടുപ്പുണ്ടാവും, ചിലരുമായിട്ട് ഒരു നോർമൽ കാഷ്വൽ ആയിട്ടുള്ള ഒരു അടുപ്പം, അങ്ങനെ പല രീതിയിലും ഉണ്ടാകും. ബട്ട് ഇങ്ങനെ കുറച്ച് ബോണ്ടിങ് ആയിട്ടുള്ള വ്യക്തികളിലാണ് സംടൈംസ് നമ്മളുടെ ഹാപ്പിനെസ്സിന് ചിലപ്പോൾ കാരണമാകുന്നത്. അപ്പൊ ചിലപ്പോൾ ആ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലായിരിക്കാം, അങ്ങനെ ഫോഴ്സ്ഫുള്ളി അവരുടെ കയ്യിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. വിഷ്ണുപ്രിയ അതിങ്ങനെ പറഞ്ഞപ്പോ ശരിയാണല്ലോ. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇതുപോലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടാണ്. അപ്പൊ അവിടെ അതിന് 10-ൽ 10 മാർക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അതിനൊരു റെലവൻസ് ഇല്ല ശരിക്കും. പിന്നെ നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഒരു ക്രൈറ്റീരിയ, എക്സാംസ്, ഇതുപോലുള്ള കാര്യങ്ങൾ എല്ലാം വരും. അതേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ. പിന്നെ അസൈൻമെന്റ് അങ്ങനെ കണ്ടു, ഇങ്ങനെ എത്ര മാർക്കാണ് അങ്ങനെ പറഞ്ഞുവല്ലോ. നിങ്ങൾ എത്ര അസൈൻമെന്റ് എഴുതി ഫുൾ മാർക്ക് വാങ്ങിയാലും അറ്റ് ദ ടൈം ഓഫ് വൈവ ആ എഴുതിയ അസൈൻമെന്റിനെ പറ്റി ഒന്ന് ബ്രീഫ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് വൈവ ടൈമില് അതിനെ ബ്രീഫ് ചെയ്ത് കഴിഞ്ഞ് അത് വേറെ ഒന്നും കൊണ്ടല്ല അത് ചോദിക്കുന്നത്. ഈ മോണ്ടിസോറി മെത്തേഡ് ഉള്ളിലേക്ക് കയറിയോ, പിന്നെ സ്വന്തം എഫേർട്ട് എടുത്താണോ, നമ്മള് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പൊ അത് ആണോ എന്നും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാ വൈവ. അല്ലാണ്ട് വൈവ ഒട്ടും നമ്മള് റാഗിങ്ങോ ഒന്നും അല്ല കേട്ടോ വൈവ. ജസ്റ്റ് ആ ഒരു സമയത്ത് ഫേസ് ടു ഫേസ് നിങ്ങളെ കാണണം. ഈ ഒരു കോഴ്സ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ ചേഞ്ചസ്, നിങ്ങൾക്ക് എന്തെല്ലാം പോസിറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങളിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വൈവ. അല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ, ക്ലാസ് കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ അസൈൻമെന്റിന്റെ കാര്യത്തിൽ ഒരു കുട്ടിക്ക് അതിന്റെ ഒരു നിഷ്കളങ്കമായ ഒരു വിഷമം കേട്ടപ്പോ എനിക്കും ഒരു വിഷമം തോന്നി. അതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. അപ്പൊ ഏത് ക്ലാസ് ആണെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ. അങ്ങനെ എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയും. ആദ്യം സബ്മിറ്റ് ചെയ്തവർക്കൊന്നും ഞാൻ ആദ്യം സബ്മിറ്റ് ചെയ്ത് ഇങ്ങനെയും പറഞ്ഞു ചിലരൊക്കെ, ഞാൻ ആദ്യം സബ്മിറ്റ് ചെയ്തത് എനിക്ക് കിട്ടിയില്ല, ഏറ്റവും അവസാനം സബ്മിറ്റ് ചെയ്ത ആൾക്ക് മാർക്ക് കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ബാച്ചുകളിൽ നിന്ന് വന്നു. അതിനെ കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യേണ്ട. നിങ്ങൾ എഴുതിയ എല്ലാ അസൈൻമെന്റ്സും വാല്യൂ ചെയ്യും. എത്ര 10, 20, 25, 30 എഴുതിയാലും അറ്റ് ദ ടൈം ഓഫ് വൈവ എങ്ങനെയാണോ നിങ്ങൾ ആ അസൈൻമെന്റിനെ കുറിച്ച് പെർഫോം ചെയ്തത് അതിനനുസരിച്ചായിരിക്കും മാർക്ക് ഇടുന്നത്. പിന്നെ എനിക്ക് കിട്ടും സബ്മിറ്റ് ചെയ്ത അസൈൻമെന്റുകളുടെ ഡീറ്റെയിൽസും അതിന് കൊടുത്തിട്ടുള്ള മാർക്കിന്റെ ഡീറ്റെയിൽസും കിട്ടും. ഇതും കൂടെ വെച്ചിട്ടാണ് വൈവ സമയത്ത് ആ അസൈൻമെന്റിന് മാർക്ക് എടുത്തത്. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും നമ്മളുടെ മാക്സിമം എഫേർട്ട് നമ്മുടെ ഫ്രം ദ ഹാർട്ട് എടുക്കണം. ഒന്നും നമുക്ക് റെഫർ ചെയ്യാം, പലതും ഗൂഗിൾ ബുക്സ് എല്ലാം റെഫർ ചെയ്യാം. ബട്ട് എനിക്ക് എന്ത് തോന്നുന്നു അത് നമ്മൾ സ്വയം വന്ന് ചോദിച്ച് അങ്ങനെ വേണം അസൈൻമെന്റ് ചെയ്യാൻ. ഇമ്മ്യൂണൈസേഷൻ ചാർട്ട്, കാലറീനെ കുറിച്ചിട്ടുള്ളതും വൈറ്റമിൻസിനെ കുറിച്ചുള്ളതും യെസ് ഡെഫിനറ്റ്ലി ആണ് നമ്മൾ റെഫർ ചെയ്തിട്ടാണ് എഴുതുന്നത്. അത് റെഫർ ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾ അറിയും ഏത് ഫുഡ് ഐറ്റംസിലാണ് ഏത് വൈറ്റമിൻസ്, ആ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ഡെഫിഷ്യൻസി ഉണ്ടാകാം, അങ്ങനെയുള്ള അവയർനെസ് ഒക്കെ നമുക്ക് കിട്ടുവാണല്ലോ. ഏതൊരു ബാച്ചിൽ ഞാൻ വൈറ്റമിൻസിന്റെ ഡീറ്റെയിൽസ്, ഏതൊരു ബാച്ച് അല്ല ഫസ്റ്റ് ബാച്ച് കേട്ടോ, വൈറ്റമിൻസിന്റെ ഡീറ്റെയിൽസിനെ പറ്റി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ കുറെ അമ്മമാരുണ്ട്, കുഞ്ഞു ബേബീസ് ഉള്ള അമ്മമാര്. അവർക്ക് അറിയാം ഏതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്ത് അസുഖം വരും എന്നുള്ളത് അവർക്കറിയാം. എങ്ങനെയാണെന്ന് അറിയും. കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ മെഡിസിൻ കൊടുക്കില്ലേ, മെഡിസിൻ കുട്ടിക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവരത് മുഴുവനും മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് നോക്കി അതിന്റെ കണ്ടന്റ്സ് നോക്കിയിട്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടാബ്ലറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്യും. അതുകൊണ്ട് നല്ല എളുപ്പമായിരുന്നു അവരെ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ അവർ ഷെയർ ചെയ്തിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ അമ്മമാർ അത്രയും കരുതലാണ് കുഞ്ഞുങ്ങളുടെ കാര്യത്തില്. എന്ത് ടാബ്ലറ്റ് ആണോ ഡോക്ടർ, ആ ടാബ്ലറ്റിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ, ആ ടാബ്ലറ്റിന്റെ കണ്ടന്റ്സ് എന്താണ്, ഈ കണ്ടന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ കണ്ടന്റിലുള്ള ടാബ്ലറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് ചെയ്ത്. ഇപ്പൊ നോക്കും അവിടെ അവര് ഏതോ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, അവരത് അവരുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന അവയർനെസ് നമുക്ക് അതാണ് വേണ്ടത്.
ഒരു സിലബസ് ഓറിയന്റഡ് സ്റ്റഡിയോ ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ PDF നിങ്ങളുടെ ഓറിയന്റഡ് സ്റ്റഡിയോ അല്ല വേണ്ടത്. നമുക്ക് തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. മോണ്ടിസോറിക്ക് ഒരു സിലബസ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ ലൈഫ് ലേണിംഗ് എക്സ്പീരിയൻസസ്. നമ്മളൊരു ലൈഫ് ജേർണിയിലൂടെ കടന്നു പോകുന്ന പോലെയാണ് മോണ്ടിസോറിയുടെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലെ കാര്യങ്ങളായിരിക്കില്ല വേറൊരു ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ ലേണിംഗ് പ്രോസസ്സിലൂടെ സ്റ്റുഡൻറ്റും ഫെസിലിറ്റേറ്ററും ലേണർ എന്നാണ് സ്റ്റുഡന്റിനെ പറയുന്നത് കേട്ടോ. ഈ ലേണർ വൺ ഹൂ ഈസ് ലേണിംഗ്. പിന്നെ ടീച്ചർ എന്നാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ കൊടുത്തിരിക്കുന്ന ടേം വൺ ഹൂ ഈസ് ടീച്ചിങ്. ഈവൻ ദോ ടീച്ചർ ഈസ് ടീച്ചിങ് ആൻഡ് ലേണർ ഈസ് ലേണിംഗ്, അങ്ങനെയാണെങ്കിലും ബോത്ത് ആർ ഹാവിങ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ടീച്ചറും പഠിക്കുന്നു, കുട്ടികളും പഠിക്കുന്നു അല്ലെ. ഞാനും ഇവിടെ പലതും നിങ്ങളുടെ കയ്യിൽ നിന്ന് പഠിക്കുന്നു. എന്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും ഓരോ പുസ്തകങ്ങളാണ്. അപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്ത് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോഴാണ് ആ ലേണിംഗ് പ്രോസസ് ശരിയായ രീതിയിൽ പോകുന്നത്. വൈഡായിട്ട് വേണം, നാരോ ആയിട്ട് ഒരു ചെറിയൊരു ടോപ്പിക്കിനെ മാത്രം ക്ലോസ് ചെയ്ത് ആ ഒരു പേജ് നമ്പറിലുള്ള കാര്യങ്ങൾ മാത്രം. അങ്ങനെയല്ല, എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ പോകണം. യു പീപ്പിൾ ക്യാൻ റിലേറ്റ് മെനി തിങ്സ്. നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഈവൻ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഈവൻ സ്വയം ഒന്ന് ആലോചിക്കാം. യെസ്, കറക്റ്റ് ആണല്ലോ, ഇതിങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഷെയർ ചെയ്യാം. അതിനുള്ള പ്ലാറ്റ്ഫോമാണ് ഇത്. ഇങ്ങനെയുള്ള ടോപ്പിക്സ് മാത്രം ഇത് മാത്രം വായിച്ചു പോവാന്നുള്ളതല്ല. ഓക്കെ, നമ്മൾ എവിടെ വരെ അസൈൻമെന്റിനെ കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. ഭയങ്കര വൊക്കാബുലറി അങ്ങനെയൊന്നും വേണ്ട. സിമ്പിൾ ലാംഗ്വേജ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഡീൽ ചെയ്യാൻ പോകുന്നതും കൊച്ചു കുട്ടികളാണ്. അവർക്ക് വലിയ കട്ടി ഷേക്സ്പിയർ ശശി തരൂർ സ്റ്റൈലൊന്നും അവർക്ക് വേണ്ടല്ലോ. സിമ്പിൾ ആയിട്ട് അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനുള്ള ലാംഗ്വേജിന്റെ നല്ല ഫണ്ടമെന്റൽസ് നമ്മൾ ഈ ക്ലാസ്സിൽ ശരിയാക്കി എടുക്കണം. അത് നല്ലപോലെ ഉള്ളവര് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആ ഒരു ലാംഗ്വേജിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് വരും. പിന്നെ അതൊക്കെ മോണ്ടിസോറി മെത്തേഡിന്റെ ഭാഗമാണ്. മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, ഓക്കെ, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, അതെല്ലാം ഓക്കെ. ദെൻ സെൽഫ് ഹെൽപ്പ് ഓൾസോ. നമുക്ക് നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യണം, നമ്മളെ തന്നെ ലവ് ചെയ്യണം, നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് അതേ സാധനങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എവിടെ വരെയായി? മെന്റൽ ഹെൽത്ത് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ് എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഞാൻ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് ഒട്ടും താല്പര്യമുള്ള കാര്യമാണ്. പിന്നെ ഇത് പറയണം തോന്നി, അല്ലെങ്കിൽ നിങ്ങൾക്കും കുറച്ച് കഴിയുമ്പോൾ അസൈൻമെന്റ് ഞാൻ സബ്മിറ്റ് ചെയ്തു, എന്റെ വാല്യൂ ചെയ്തില്ല, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തു, എനിക്കും ഇത് കിട്ടി, മറ്റേയാൾക്കും. ദർ ഇസ് നോ കോമ്പറ്റീഷൻ ഇൻ മോണ്ടിസോറി മെത്തേഡ്. മോണ്ടിസോറി മെത്തേഡിൽ കോമ്പറ്റീഷൻ ഇല്ല, റിവാർഡ്സ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല. ഹെൽത്തി കോമ്പറ്റീഷൻ ഒക്കെ ഓക്കെ, പക്ഷെ കുഞ്ഞു മനസ്സുകളിൽ ഹെൽത്തി കോമ്പറ്റീഷൻ അവർക്ക് അറിയില്ലല്ലോ. ചൂടൊന്ന് മെച്യൂരിറ്റി ആവുമ്പോഴാണ് അതും. എന്നാലും മെച്യൂർ ആയാലും ചില കുട്ടികളിലേക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒരു ടീച്ചറിന്റെ മിടുക്ക് പോലെ ഇരിക്കും. കുഞ്ഞുങ്ങളെ എല്ലാം ഒരു കോമ്പറ്റീഷൻ വന്നാൽ പാർട്ടിസിപ്പേഷൻ ഇസ് ദ മെയിൻ എന്നുള്ള രീതിയിൽ അതാണ് ഇമ്പോർട്ടന്റ്. ബാക്കി പ്രൈസ് കിട്ടുക അതെന്നുള്ളത് അതിന് പിന്നീടുള്ള കാര്യം. അങ്ങനെ ചിന്തിക്കാനായിട്ട് കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു ടീച്ചറുടെ ഒരു ഏറ്റവും വലിയ മിടുക്ക്. ടീച്ചറാവാം, അതൊരു ബെറ്റർ ടീച്ചറാവുക, ബെസ്റ്റ് ടീച്ചറാകുക, അതാണ് രീതി. സോ നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആണ്. കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു. നമുക്കൊന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടോ. ബാക്കി പോർഷൻസ് ഒക്കെ എവിടം വരെയായി? ബാക്കി ടീച്ചേഴ്സ് വേറെ ആരൊക്കെയാ ഉള്ളത്? അശ്വതി മിസ് അല്ലല്ലോ. അശ്വതി മിസ് ആണോ? യെസ്, അശ്വതി മിസ്, അപർണ മിസ്, പിന്നെ ജോബ് സാർ ഇംഗ്ലീഷ്. ഓക്കെ, അശ്വതി മിസ് എവിടെ വരെയായി?
കാണുന്നില്ലല്ലോ. യൂണിറ്റ് 7 എടുക്കുന്നു. യൂണിറ്റ് 7 എടുത്തു. ഓക്കെ. അപർണ മിസ്സോ? യൂണിറ്റ് 8 മാം, ചൈൽഡ് വെൽഫെയർ. ആ പാർട്ട് ഓൾമോസ്റ്റ് തീരാറായി. എന്റെ പോർഷനാണ് ഇനി തീരാനുള്ളത് അല്ലേ? ഫസ്റ്റ് എയ്ഡ് ഒക്കെ കഴിഞ്ഞോ? യെസ് മാം. മെന്റൽ ഹെൽത്തിന്റെ കൂടെ ഒരു പോർഷനും കൂടി ഞാൻ എടുക്കും. നിങ്ങൾക്ക് ഇല്ലാത്തതാണ്, ബട്ട് അത് ഉടനെ തന്നെ നമ്മുടെ ഇതിനകത്ത് ആഡ് ചെയ്യും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്നാണ് ആ പോർഷന്റെ പേര്. ഓക്കെ. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ ഇതല്ലേ പറഞ്ഞത്? യെസ് മാം. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോ അതോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണോ? ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെന്റൽ ഹൈജീന്റെ ഡെഫിനിഷൻ ക്രൂ ആൻഡ് ക്രൂ പറഞ്ഞു. അതിനൊപ്പം തന്നെ ഞാൻ മെന്റൽ ഹെൽത്തിന്റെ ഡെഫിനിഷൻ അവര് തന്നെ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രൂ ആൻഡ് ക്രൂ പറഞ്ഞത് മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞത്? നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, അതില് ഓരോ ഇൻഡിവിജ്വലിനും അതിന്റെ സറൗണ്ടിങ്സുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, ആ ഒരു വെൽ ബാലൻസ്, അതാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പൊ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്ന ഒരു സയൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. അത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. കുറച്ചു മുമ്പ് നമ്മൾ റിമോട്ട് കൺട്രോൾ ഓഫ് ഹാപ്പിനെസ് പറഞ്ഞപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞു. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിരിക്കണം. ഒരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ടോക്സിക് റിലേഷൻഷിപ്പ്. കാരണം ചിലപ്പോൾ ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിൽ കാണാം പൊസഷൻ, ഭയങ്കര പൊസസീവ് ആയിട്ട് കാണാം. ഈ പൊസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിന്റെ ഒരു പീക്കാണ്. ബട്ട് അത് ഒബ്സഷനായി മാറുമ്പോഴാണ് ടോക്സിക് ആകുന്നത്. പൊസസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും എൻജോയ് ചെയ്യുന്നതായിരിക്കും. കാരണം ആ ഒരു പൊസസീവ്നെസ് അത് കുറച്ചൊന്ന് ഇച്ചിരി മൂത്ത് കഴിയുമ്പോഴാണ് ഒബ്സഷൻ എന്നുള്ള ടോക്സിക് ലെവലിലേക്ക് മാറുന്നത്. അങ്ങനെയുള്ള പ്രോബ്ലം ഈവൻ നമ്മുടെ ഒരു ബാച്ചിൽ അങ്ങനെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു. ബാച്ചില് വൈഫ് മാത്രമാണല്ലോ, പെൺകുട്ടി മാത്രമാണ്. ഞാനത് പറയാൻ കാരണം അതൊരു പോസിറ്റീവ് കാര്യം ആയതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഒരു ഒബ്സഷൻ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അവർക്ക് പാസ് ഔട്ട് ആയി, നല്ല മാർക്കോട് കൂടി 86% പാസ് ഔട്ട് ആയി. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ പഠിക്കാൻ ഈ ഹസ്ബൻഡ് സമ്മതിക്കില്ല. ഭയങ്കരമായിട്ട് മെന്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ക്ലാസ് കാണാനും ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊന്നും മൊബൈൽ കൊടുക്കില്ല, ഇയാളെ പിടിച്ചു വെക്കും. പക്ഷെ ഈ കുട്ടി നല്ല മിടുക്കിയാണ്, പഠിക്കാനായിട്ട് നല്ല മിടുക്കിയാണ്. സംഭവം എപ്പോഴോ ഒന്ന് ക്ലാസ്സിന്റെ സമയത്ത് എന്റെ ക്ലാസ് ഇങ്ങനെ ഓവർഹിയർ ചെയ്യണ്ടായി. ഈ മനുഷ്യൻ, ഈ ഹസ്ബൻഡ്, ഈ പയ്യനില്ലേ, എന്നാണ് രണ്ടുപേരും. അതിന്റെ ഒരു മെച്യൂരിറ്റി ഇല്ലായ്മയുടെ ഒരു പ്രശ്നമായിരുന്നു. ആൾക്ക് പെട്ടെന്ന് എന്തോ ഒരു ക്ലാസ് എടുത്തത് കണ്ടുകൊണ്ട് പുള്ളി കേട്ടതാണ്. കേട്ടപ്പോ പുള്ളിക്ക് എന്തോ ഒരു മനസ്സിനൊരു ചേഞ്ച് വന്നു. റെക്കോർഡ് എല്ലാം ആ കുട്ടി നന്നായി എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് കോഴ്സ് കഴിയാറായി. ആ റെക്കോർഡ് ബുക്ക് എടുത്തിട്ട് അയാള് തോട്ടിക്കൊണ്ടു കളഞ്ഞു. വൈവ സമയമായപ്പോഴേക്കും ഇത് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. അപ്പോഴാണ് ഈ ക്ലാസ് ഇൻ ബിറ്റ്വീൻ വന്നതും ഇത് കേൾക്കുന്നതും. അയാള് വീണ്ടും പുതിയ റെക്കോർഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു, വീണ്ടും ഇരുന്ന് എഴുതി. വൈവയ്ക്ക് നല്ല മിടുക്കിയായിട്ട് വന്ന് അറ്റൻഡ് ചെയ്തു. 86% മാർക്കുണ്ട്. മനസ്സിലായി. ഇപ്പൊ കോൺവെക്കേഷൻ അവർക്ക് വരാൻ പറ്റിയില്ല. കാരണം ഭയങ്കര മഴ പെയ്താൻ അവരുടെ അവിടെ പാലത്തില് ചെറിയ പ്രശ്നമുണ്ട്, ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹസ്ബൻഡ് എനിക്ക് മെസ്സേജ് അയച്ചു, മിസ്സിനെ അവളെ അമ്മയെ പോലെയാണ് കാണുന്നത്,
എന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഞാൻ അവൾക്ക് പഠിക്കാൻ പറ്റാതിരുന്നത്, ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു, എന്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞു കുറെ കൺഫെഷൻ പോലെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ മിസ്സിന്റെ വീട്ടിൽ വരും, അവിടെ വന്ന് ഞങ്ങള് സർട്ടിഫിക്കറ്റ് വാങ്ങും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞപ്പോ മാർക്ക് ലിസ്റ്റ് ഒക്കെ എവിടെയാണല്ലോ ഇരിക്കുന്നത്, മാർക്ക് ഒന്ന് അറിയണം എന്ന് പറഞ്ഞു ഞാൻ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു. മാർക്ക് ലിസ്റ്റിന്റെ ഇമേജ് എടുത്തിട്ട് അയച്ചു കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അയാൾ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു, മാർക്ക് ലിസ്റ്റ് സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ട് കൺഗ്രാറ്റുലേഷൻ വാവേ ചക്കരയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പം. അവരുടെ ലൈഫിൽ ശരിക്കും ഒരു ചേഞ്ച് വരിക ചെയ്തത്. ഒരു നമ്മൾ ഈ മോണ്ടസോറി മെത്തേഡിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയ നമ്മൾക്ക് മാത്രമല്ല ചേഞ്ചസ് വരുന്നത്, നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പിലേക്കും അത് റിഫ്ലക്ട് ചെയ്ത് പോവുക. ഒരു കണ്ണാടിയെ പോലെ നമ്മളൊക്കെ പ്രകാശിക്കുവാണ്, ജസ്റ്റ് ലൈക്ക് കണ്ണാടി പോലെ ആവുകയാണ്. ആ ഒരു ലൈറ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്യാണ്. അതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടണം, എനിക്കൊരു വരുമാന മാർഗം ഉണ്ടാകണം എന്ന് ചിലപ്പോൾ നമ്മൾ ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും നമ്മൾ വന്ന് ജോയിൻ ചെയ്യുന്നത്. എനിക്കൊരു ജോലി വേണം, എന്റെ പാഷനാണ് ടീച്ചിങ്, എനിക്ക് ജോലി വേണം, ഞാനൊരു ടീച്ചറാണ്, എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം വാലിഡ് ആയിട്ട്, അങ്ങനെയായിരിക്കും വന്ന് ചേരുക. ബട്ട് നമ്മൾ വൺസ് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ചുറ്റിലുമുള്ളവരിലേക്ക് മാറുവാണ്. ഭയങ്കര ക്ഷമയായി മാറുന്നു. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത ഒരാളായിരിക്കാം, ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ശരിക്കും മാറുക. ചിലര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ലൈഫില്, അവർക്ക് ശരിക്കും വിൽ പവർ കൂടുക. ആ സ്ട്രഗിളിനെ അവരെ മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാനായിട്ട്. അതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു കോഴ്സിനെ കാണണം. ഈ 1 year കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് നിങ്ങൾ മാത്രമല്ല ചേഞ്ച് ആവുന്നത്, ഞാനും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ കുറെ സോൾസുമായിട്ടല്ലേ ഞാൻ കണക്റ്റഡ് ആകുന്നേ. കുറെ സോൾസ് ഉണ്ട് ഇവിടെ, ഓരോ ക്ലാസ്സിലും ഓരോ രീതിയിലും. അപ്പൊ അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പോവുകയാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും എന്നിലും ചേഞ്ചസ് ഉണ്ടാകുക. സോ യു പീപ്പിൾ ആർ മേക്കിംഗ് മീ മോർ ബെറ്റർ അല്ലേ. ഞാൻ എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന അതിനേക്കാളും എന്നെ ബെറ്റർ ആക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ മെന്റൽ ഹൈജീൻ അതാണ്. അതിലേക്ക് ശരിക്കും മെന്റൽ ഹൈജീൻ ആണ് നമ്മുടെ റൂട്ട് മാർഗം. നമുക്ക് ഇതിന്റെ ലക്ഷ്യം എന്താണ്? മെന്റൽ ഹെൽത്ത് ആണ്. ആ മെന്റൽ ഹെൽത്തിലേക്കുള്ള മീൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ക്രൂ ആൻഡ് ക്രൂ മെന്റൽ ഹെൽത്തിനെ കുറിച്ചും അവരൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഡീൽസ് വിത്ത് ദി സയൻസ് ഓഫ് ഹ്യൂമൻ വെൽഫെയർ. ഹ്യൂമൻ വെൽഫെയർ എന്നുള്ള അതിനെ ഡീൽ ചെയ്യുന്നത് തന്നെയാണ് മെന്റൽ ഹെൽത്ത്. ബട്ട് എന്ത് ചെയ്യാണ്, മറ്റത് സ്പ്രെഡ് ചെയ്യുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പിലേക്ക്. മെന്റൽ ഹൈജീൻ, മെന്റൽ ഹെൽത്തോ ഇറ്റ്സ് അത് അഡോപ്റ്റ് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ്. ഹ്യൂമൻ റിലേഷൻസ് അത് ടോക്സിക്കിലേക്ക് പോകാതെ നോക്കാൻ ഒരു പരിധി വരെ നമ്മൾക്ക് കഴിയും. പറ്റാത്തത് വിട്ടത്. ഓക്കെ, ദെൻ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് മെന്റൽ ഹൈജീൻ 3 പോയിന്റ്സ് ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 പോയിന്റ്സിൽ ചുരുക്കേണ്ട കാര്യമൊന്നുമല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും ആരാതൊന്നും വായിക്കാൻ റെഡി ആയിട്ടുള്ളത്? പ്ലീസ്. എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? പ്ലീസ്. Aims and objectives of mental hygiene. The major objects of mental hygiene are: first one, prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experiences. Second, care of the mental health of the individual and of the group. Third, the discovery and application of medicinal measures to cure mental alignment. Okay, Sorry, so alignment അല്ല, mental ailment. illness അല്ലെങ്കിൽ ഡിസീസ് എന്നാണ് മീനിങ്, എയിൽമെന്റ്. സോ നോ പ്രോബ്ലം, സോറി പറയാൻ. ഓക്കെ, മേജർ ഒബ്ജക്റ്റീവ്സ്, എയിംസ് മെന്റൽ ഹൈജീന്റെ. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലേ. എപ്പോഴും സന്തോഷം മാത്രമല്ല, അപ്പ് ആൻഡ് ഡൗൺസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ചിലത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ചിലത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രിവെൻഷൻ, അങ്ങനെ നമ്മൾ മെന്റലി ഡിസ്റ്റർബ്ഡ് ആകുന്നു, നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു, ചിലപ്പോൾ ദേഷ്യം വരുന്നു, സങ്കടം വരുന്നു, കരയുന്നു, അല്ലെ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. സംടൈംസ് നമുക്ക് മനസ്സിലാവില്ല എന്തിനാ എനിക്ക് ഇങ്ങനെ മൂഡ് സ്വിങ് ഉണ്ടാവുന്നത്, ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ, ഞാൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, മനസ്സിലാകാത്ത സമയം ഉണ്ടാകും. അങ്ങനെ നമുക്കിത് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുക, ആ മെന്റൽ ഡിസോർഡേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുക. പിന്നെ അത് മാത്രമല്ല, അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. ഇങ്ങനെ വരുന്ന മെന്റൽ ഡിസോർഡേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക.
അത് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെ വരുന്ന മെന്റൽ ഡിസോർഡേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ത്രൂ സം ഹെൽത്ത്, ചിലർ പറയാറില്ലേ, ജീവിതത്തിൽ കുറെ പാഠങ്ങൾ എനിക്കുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പഠിച്ചു, എന്ത് വന്നാലും അതിനെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ദാറ്റ്. ആ ഒരു മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്, എല്ലാമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ ഇരിക്കുകയായിരിക്കും, നാളെ എന്താന്ന് നമുക്കറിയില്ല. നാളെ പെട്ടെന്നൊരു സഡൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കുന്നു. ജോബില് എന്തെങ്കിലും, നമ്മുടെ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം, നമ്മുടെ വീട്ടിലാരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോവാം, നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വരാം. ഇതെല്ലാം നമ്മൾ മെന്റലി ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനെയെല്ലാം നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സ്ട്രെസ് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമോഷണൽ മാനേജ്മെന്റ് വളരെ, അത് നമ്മുടെ ഇമോഷണൽ വെൽനെസ് എല്ലാം ഇതുമായിട്ട് കണക്റ്റഡ്. നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും എപ്പോഴും ഹാപ്പിനെസ് മാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലൈഫിൽ വരുന്ന അപ്പ് ആൻഡ് ഡൗൺസിനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇതുപോലുള്ള ഡിസോർഡേഴ്സ് വരാതെ നമ്മൾ നോക്കണം, അതിനെ പ്രിവെന്റ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ മാത്രം മെന്റൽ ഹെൽത്ത് നോക്കിയാൽ പോരാ, എനിക്ക് ചുറ്റുമുള്ളവരുടെ നോക്കണം. സോ കെയർ ഓഫ് ദ മെന്റൽ ഹെൽത്ത് ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഓഫ് ദ ഗ്രൂപ്പ്. നമ്മളിപ്പോ ഒരു വീട്ടിൽ, നമ്മളുടെ ഒരു ഫാമിലി ഉണ്ടെന്ന് വിചാരിക്കുക. ഫാമിലിയില് നമ്മുടെ വീട്ടിൽ പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, ലൈഫ് പാർട്ട്ണർ ഉണ്ട്, അങ്ങനെ കുറച്ചധികം മെമ്പേഴ്സ് ഉള്ള ഫാമിലി, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസ് ഫാമിലി ആണെങ്കിൽ തന്നെയും ആ ഫാമിലിയുടെ എല്ലാവരുടെയും വെൽനെസ് വരുമ്പോഴല്ലേ നമ്മളുടെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് നമ്മൾ വരുള്ളൂ, അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. സോ അതുകൊണ്ട് ഇൻഡിവിജ്വലിന്റെ മാത്രമല്ല, ഗ്രൂപ്പിന്റെയും മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സംടൈംസ് നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു, അല്ലെ? നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് മെഡിസിനൽ മെഷേഴ്സ് എടുക്കേണ്ടതായിട്ട് വരും, മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ ചില ഡെയിലി ആക്ടിവിറ്റീസ് ത്രൂ യോഗ, മെഡിറ്റേഷൻ, എക്സസൈസസ്, ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചില എക്സസൈസുകളും ആക്ടിവിറ്റീസും നമ്മൾ എടുക്കും. അങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസ് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസ്. ചിലർക്ക് പാട്ട് കേട്ടാൽ മതിയാകും, ചിലർക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോയാൽ ശരിയാകും. പിന്നെ ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ്, റിലീജിയസ് ബിലീഫ് അനുസരിച്ചുള്ള ആ രീതിയിൽ ചില കാര്യങ്ങൾ, അതുപോലുള്ള വർഷിപ്പ് സെന്റേഴ്സിലൊക്കെ വിസിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് എങ്ങനെയാണോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്, മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ആ രീതിയിലുള്ള മീൻസ് എല്ലാം നമുക്ക് എടുക്കാം. അത് അങ്ങനെ ഡെയിലി ബേസിസിൽ ചെയ്യാം. ചിലര് കുറച്ച് സമയം ഒരു മെഡിറ്റേഷൻ പോലെ കണ്ണടച്ചിരിക്കും, ചിലർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം, ചിലർക്ക് അങ്ങനെ ചെറിയ യാത്രകൾ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, ബാലൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മളിത് എപ്പോഴും കുട്ടികളെ റിലേറ്റ് ചെയ്താ പറയുന്നത്. നമ്മൾ വിചാരിക്കും ചെറിയ പ്രായത്തിൽ എന്താ പ്രശ്നം, എന്താണ് പ്രോബ്ലം, അങ്ങനെയെല്ലാം നമ്മൾ കരുതും. പ്രായമാകുമ്പോഴല്ലേ പ്രശ്നങ്ങളൊക്കെ വരികയെന്ന്. ഒരിക്കലും ഇല്ല. കൊച്ചു കുട്ടികളോട് സംസാരിച്ചു തുടങ്ങുമ്പോഴേ നമ്മൾ അറിയുള്ളൂ അവരെന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്. വീട്ടിലെ പ്രോബ്ലം, സ്കൂളിലെ പ്രോബ്ലം, അവരുടെ പ്ലേ സ്പേസിലെ പ്രോബ്ലം, അവർ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. 3 എൻവയോൺമെന്റ് ആണ് ശരിക്കും അവരുടെ ഡെവലപ്മെന്റിനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന 3 ഏരിയകളുണ്ട്. 3 ഫാക്ടേഴ്സ്, 3 ഫേസസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഈ 3 ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഫാമിലിയിലാണ്. അത് കഴിയുമ്പോൾ ഒരു 3 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും സ്കൂളിലേക്ക് പോയി തുടങ്ങും. രണ്ടാമത്തെ എൻവയോൺമെന്റ് സ്കൂള്. പിന്നെ കുട്ടി കടന്നു പോകുന്ന ഒരു ഏരിയയാണ് സൊസൈറ്റി. ഈ 3 ഏരിയയിലൂടെയാണ് കുട്ടിയുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജും കടന്നു പോകുന്നത്. അപ്പൊ 3 ഏരിയയിൽ നിന്നും കുട്ടി എന്തെല്ലാം അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയ കുട്ടികളോട് സംസാരിക്കും. ഇവൻ സൂസൈഡ് ടെൻഡൻസി വരെയുള്ള ചെറിയ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടി ഷെയർ ചെയ്ത കാര്യം സൂസൈഡ് ടെൻഡൻസി, സൂസൈഡ് അറ്റംപ്റ്റ് നടത്തിയവരുണ്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ. അപ്പൊ അത്രയ്ക്ക് പ്രശ്നങ്ങളാണോ ഇവരുടെ ഉള്ളിൽ ഇരിക്കണേന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് മെന്റൽ ഹൈജീൻ, മെന്റൽ ഹെൽത്ത് ഇത് സ്കൂളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് അതാണ്, നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾസ്. ആ ഒരു പാരഗ്രാഫ് ആരാ വായിക്കാം? യെസ് പ്ലീസ്. കുറച്ചു പേരേ ഉള്ളൂ, അത് ഇത്രയും പേരാണോ ക്ലാസ്സിൽ കയറാൻ? ഞാൻ വായിച്ചോട്ടെ. വായിക്കൂ.
Need for mental hygiene in schools. The major incidents of extensive social problems like indiscipline, delinquent behavior, truancy, suicide, underachievement, running away from school, etc. Among school children calls for practicing mental hygiene in schools. Often the school is itself a source of maladjustment, lack of friendliness on the part of the teacher, overemphasis on school marks, teachers partly fears of failure, excess homework, heavy curriculum, etc. Case mental tension and fear in children. The mental hygiene practice helps the teachers to change their angle of vision so that the school surroundings become good for the health development of the students. ഓക്കെ, സോ നെക്സ്റ്റ് സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയാണ്. അപ്പൊ കുട്ടികള് സ്കൂളിൽ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. പലപ്പോഴും ഇൻഡിസിപ്ലിൻ, പിന്നെ ഡെലിക്വന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിൽറ്റി ഫീലിംഗ്, ഒരു ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഐ എം നോട്ട് ഗുഡ്, ഐ എം യൂസ്ലെസ്, അങ്ങനത്തെ ഒരു ഫീൽ വരില്ലേ, ആ ഒരു ഗിൽറ്റി ഫീലിംഗ്, ആ ഒരു ഗിൽറ്റി ബിഹേവിയർ. പിന്നെ ട്രുവാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ, അതായത് പരീക്ഷയോട് ഭയങ്കര പേടിയുണ്ടാവും, എക്സാം എഴുതി ഞാൻ തോറ്റുപോകും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സൂയിസൈഡ് ടെൻഡൻസി, അണ്ടർ അച്ചീവ്മെന്റ്, എക്സാംസിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഒരു ആക്ടിവിറ്റീസിലും പെർഫോം ചെയ്യാൻ പറ്റാത്ത ആ ഒരു അണ്ടർ അച്ചീവ്മെന്റ്, ഭയങ്കര ഒരു ഡിപ്രഷൻ ആയിരിക്കും. പിന്നെ റണ്ണിങ് അവേ ഫ്രം സ്കൂളിൽ നിന്ന് ഓടിപ്പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചില കുട്ടികളെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഓടിപ്പോയി കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർക്ക് ഈ ഒരു ഫിയർ ആണ്. കാരണം വീട്ടിൽ നിന്ന് ചിലപ്പോൾ പ്രഷർ ഉണ്ടായിരിക്കും, പഠിക്ക്, അടുത്ത വീട്ടിലൊക്കെ ചിത്രം വർക്ക്, നിനക്ക് എന്താ നീ ഇത്രയും ക്ലാസ്സിലായില്ലേ, ആ രീതിയിൽ ഒരു ഭയങ്കരമായിട്ട് കുട്ടിയെ പ്രഷറൈസ് ചെയ്യുന്ന ഒരു പാരന്റ് പ്രഷർ ഉണ്ടായിരിക്കും. സ്കൂളിൽ വരുമ്പോൾ സ്കൂളിൽ ഭയങ്കര വർക്ക് ലോഡും, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. ചില കുട്ടികൾക്ക് ആ ഒരു പൊട്ടൻഷ്യൽ വരുന്നില്ല, അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ ട്രുവാൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ, സൂയിസൈഡ് ടെൻഡൻസി, ഇതുപോലെ അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെ. ഓക്കെ, സ്കൂൾ എന്ന് പറയുന്നത് ഒരു മാലാഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു സോഴ്സ് തന്നെയാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരുന്നു പല രീതിയിലും. ഈ മാലാഡ്ജസ്റ്റ്മെന്റ് നല്ല രീതിയിലുള്ള, നമുക്കൊരു മാൽന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ശരിയല്ലാത്ത പോഷകം എന്ന് പറയുന്ന പോലെ. അപ്പൊ സ്കൂള് കുട്ടിക്ക് ഒട്ടും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത ഒരു ഇടമായി മാറും ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ. പിന്നെ ടീച്ചറുടെ സൈഡിൽ നിന്ന് ഫ്രണ്ട്ലി അല്ലാത്ത ടീച്ചർ, ഭയങ്കര റഫ് ആ രീതിയിലുള്ള ടീച്ചർ ആണെങ്കിൽ ഫ്രണ്ട്ലി അല്ലാത്തൊരു ടീച്ചർ, പിന്നെ എപ്പോഴും മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ടീച്ചേഴ്സ് പാർഷ്യലി അല്ല, ടീച്ചേഴ്സ് പാർഷ്യാലിറ്റി എന്ന് അതൊന്ന് കറക്റ്റ് ചെയ്യണേ. അപ്പൊ പാർഷ്യാലിറ്റി അതും കുട്ടികൾ പലപ്പോഴും ചിലപ്പോ കാണാറുണ്ടല്ലേ, ചില ടീച്ചർമാരുടെ പാർഷ്യാലിറ്റി കാണിക്കുന്നത് കാണാറുണ്ട്. പിന്നെ തോൽക്കുമോ എന്നുള്ള പേടി, എക്സസ് ഹോംവർക്ക്, ഹെവി കരിക്കുലം, സിലബസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇതെല്ലാം മെന്റൽ ടെൻഷനും ഫിയറും കുട്ടികളിൽ ഉണ്ടാക്കും. ഓക്കെ, ടീച്ചേഴ്സിന്റെ ആംഗിൾ, കുട്ടികളെ നോക്കി കാണുന്ന ടീച്ചേഴ്സിന്റെ ആംഗിൾ, ഇപ്പൊ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യുന്നു, മാർക്ക് വാങ്ങിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ, അങ്ങനെ ആ ടീച്ചേഴ്സിന്റെ ഒരു ആംഗിൾ മാറുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ലൊരു ചേഞ്ചസ് വരും. അവർക്ക് നല്ലൊരു എൻവയോൺമെന്റ് ആയി മാറും, ഒരു ആംബിയൻസ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ളൊരു എൻവയോൺമെന്റ് കിട്ടും. ഇപ്പൊ സറൗണ്ടിങ്സും, അപ്പൊ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം സ്കൂളിൽ ഉണ്ടാവേണ്ടത്. ഈ രീതിയിൽ അല്ലാത്ത കാര്യങ്ങളാവുമ്പോൾ കുട്ടി പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും. ഓക്കെ, അപ്പൊ സ്കൂളിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്, മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പം സ്കൂളിൽ നിന്നല്ല, ഇപ്പൊ എല്ലാ ഏരിയയിലും വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ്. നമ്മൾക്ക് ഭയങ്കര കാര്യമായിട്ട് നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് പറയാറുണ്ടല്ലേ, കംപ്ലീറ്റ് ലിറ്ററസി നേടിയ സംസ്ഥാനമാണ് കേരളം എന്ന്. ശരിക്കും നമുക്ക് വേണ്ടത് മെന്റൽ ഹെൽത്ത് ലിറ്ററസിയാണ്, മാനസിക ആരോഗ്യ സാക്ഷരത.
അത് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. കാരണം അതുപോലുള്ള പ്രശ്നങ്ങളാണല്ലേ ചുറ്റും കേൾക്കുന്നത്. മെന്റൽ ഹെൽത്ത് ഇൻസ്റ്റബിലിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് പല പല വയലൻസ്, അജിറ്റേറ്റഡ് ആകുന്നു, പെട്ടെന്ന് തന്നെ ആളുകൾ അജിറ്റേറ്റഡ് ആകുന്നു, അടുത്ത നിമിഷം കുത്താൻ പോകുന്നു, അല്ലെങ്കിൽ ആസിഡ് അറ്റാക്ക്, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഇതൊക്കെ ആ ഒരു മെന്റൽ അൺസ്റ്റബിലിറ്റിയുടെ ഒരു പ്രശ്നം, ഇമോഷണൽ അൺസ്റ്റബിലിറ്റിയുടെ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണ്. പിന്നെ പല രീതിയിലുള്ള ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എല്ലാം ആളുകളിൽ ഉണ്ടാവാറുണ്ട്. ചിലതൊന്നും ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റില്ല. ബട്ട് ഇതിലേക്ക് പോകാനായിട്ടൊരു കാരണമുള്ള ട്രോമ വേറെ ആയിരിക്കും. നിങ്ങളൊക്കെ റോഷാക്ക് സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ മമ്മൂട്ടി ചെയ്ത ക്യാരക്ടർ ഉണ്ട്. മമ്മൂട്ടിക്ക് അതിനകത്ത് സ്ക്രിസോഫ്രീനിയ എന്നുള്ളൊരു മെന്റൽ ഡിസോർഡർ ആണ് മമ്മൂട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. സ്ക്രിസോഫ്രീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനായിട്ട്, മമ്മൂട്ടിക്ക് ആ ഒരു ഡിസോർഡർ വരുന്നത് ആളുടെ ലൈഫിൽ അത്രയും പ്രിയപ്പെട്ട കാര്യങ്ങൾ നഷ്ടപ്പെടുമ്പോഴാണ്. ലൈഫ് നഷ്ടപ്പെടുന്നു, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് സ്ക്രിസോഫ്രീനിയ വരുന്നത്. ആള് വയലന്റ് ആകുന്ന പല നിമിഷങ്ങളുണ്ട്. വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാക്കണം മറ്റു മനുഷ്യരെ. ആ ആളുടെ ആ ഒരു ലോസിന് കാരണമായ ആൾക്കാരെ ഇല്ലാതാക്കുക, ഫാമിലിയെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിനകത്ത്. അത് ആ ഒരു ഡിസോർഡർ വന്നപ്പോൾ സംഭവിച്ചത്. അവർക്ക് ഹാലുസിനേഷൻസ് ഉണ്ടാകും, ഇല്ലാത്തത് കാണുന്ന പോലെ തോന്നും, അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട്. സ്ക്രിസോഫീനിയ വന്ന പലരും സോഷ്യലൈസ് ചെയ്യില്ല. ബട്ട് ചില ആളുകളുടെ അടുത്ത് ഇവർ പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നിയില്ല, സ്ക്രിസോഫീനിയ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങനെ നമുക്ക് മൂവിയായിട്ട് കണക്ട് ചെയ്തോന്നേ ഉള്ളൂ. ചിലതൊന്നും നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രീറ്റ്മെന്റ് അവരുടെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ പറ്റും. ക്രോണിക് ആണ്, ചിലപ്പോൾ കുറേ വർഷങ്ങളോളം നീങ്ങി നിൽക്കും. ലൈഫ് ലോങ് എപ്പിസോഡ്സ് ഓഫ് മൂഡ് സ്വിംഗ് ആയിരിക്കും ഈ ബൈപോളർ ഡിസോർഡർ, ഡിപ്രഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ. ആക്ച്വലി ചെറിയൊരു വിഷമത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കാം ഡിസോർഡർ ആയിട്ട് മാറുന്നത്. ഇപ്പം നമുക്കറിയാം, പലപ്പോഴും നമുക്ക് നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം വരും അല്ലെ. നമുക്ക് ആ ഒരു വിഷമം അവരെ പറ്റി ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ കുറെ നാൾ കഴിഞ്ഞാലും നമ്മളിൽ ആ വിഷമമായിട്ട് തന്നെ ഇരിക്കും. ആദ്യം ഇതൊരു സാഡ്നെസ് ആയിരിക്കും, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അത് ഗ്രീഫ് ആകും, പിന്നെ എന്നിട്ടും മാറിയില്ലെങ്കിൽ അത് ഡിപ്രഷനിലേക്ക് പോകും, എന്നിട്ടും അത് മാറിയില്ലെങ്കിൽ അത് ക്ലിനിക്കൽ ഡിപ്രഷൻ ആയിട്ട് മാറുവാണ്. എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് ആവശ്യം വരും, ആ മെഡിസിൻസ് എല്ലാം കഴിക്കേണ്ടി വരും. അത് ശരിയായ സമയത്ത് ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ അതില് തോട്ട്സ് ആയിട്ട് മാറും, സൂയിസൈഡ് തോട്ട്സ്. പിന്നെ അത് മീൻസ് ആയിട്ട് മാറും. സൂയിസൈഡ് മീൻസ്, അവര് സൂയിസൈഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്ത് അത് ചെയ്യാൻ റെഡി ആയിട്ട് മാറി. നമ്മളിത് മനസ്സിലാക്കണം. അങ്ങനെ ഒരാളൊരു സാഡ്നെസ് വന്നു, അയാൾക്ക് അതൊരു ഗ്രീഫായി, അത് പിന്നെ ഡിപ്രഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇന്റർവ്യൂൻ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ നമുക്കത് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക. അതൊരു മ്യൂച്വൽ സപ്പോർട്ട് കൊടുത്താൽ തന്നെ ഈ പറയുന്ന ക്ലിനിക്കലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റും. ഇതാണ് അതിന്റെ ആ ഒരു സ്റ്റേജ്. ചെറിയ ഒരു ദുഃഖത്തിൽ നിന്ന് വന്ന പിന്നെ അത് ഗ്രീഫായി, ഡിപ്രഷനായി, ക്ലിനിക്കൽ ഡിപ്രഷനായി, പിന്നെ തോട്ട്സ് ആയി, മീൻസ് ആയി, അവസാനം ഡെത്തായി. അങ്ങനെ പോകും ആളുകളുടെ അവസ്ഥ. അപ്പൊ നമ്മൾക്ക് അതുകൊണ്ട് മെന്റൽ ഹൈജീൻ സ്കൂളിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഫിസിക്കലി ഒന്ന് വീക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യാം അല്ലെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിച്ച് നമ്മൾ ആ ഹെൽത്ത് വീണ്ടെടുക്കാം. ബട്ട് വൺസ് നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ്. അത് പിന്നെ വീണ്ടും തിരിച്ചെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ ചുറ്റുമുള്ള ആളുകളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. ഇവൻ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് നമ്മൾക്കത് മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. അതിന് നമ്മൾക്ക് എന്തെല്ലാം മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റും അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ. ഓൾറെഡി ഇതിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, എന്നാലും ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിക്കാം. ഞാൻ വായിക്കട്ടെ സർ? യെസ് പ്ലീസ്. Mental health and mental hygiene. Mental health is the science that deals with the care and promotion of mental health as well as the prevention of mental ill health. The aim of mental hygiene is to try achieve better mental health. Mental health is the process
continuous adjustment to the environmental by the individual. Mental hygiene is the means of attaining healthy professional and social adjustment. According to Katz and Mosley, mental is the ability to adjust satisfactorily to the various strains of the environmental we meet in life, and mental hygiene is the means we take to assure this adjustment. In short, mental hygiene is the means we take to assure this adjustment. Sorry. In short, mental hygiene and mental health may be differentiated Shifted. as means and ends. Mental hygiene is the means to take people conscious of mental health. It provides means and measures to attain mental health. ഓക്കെ, ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു. നമ്മളുടെ ആ ഒരു പാരഗ്രാഫില് 1, 2, 3, 4, 5, 6th ലൈനില്ലേ, അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി മെന്റൽ ഹെൽത്ത് എന്ന് ചേർക്കാം കേട്ടോ. മെന്റൽ ഹെൽത്ത് ഈസ് ദ എബിലിറ്റി. ഹെൽത്ത് അവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് കാണാം. അവര് രണ്ടുപേരും ഓതേഴ്സ് ആണ്. അവര് മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ട് അവരുടെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ഡിഫറൻഷിയേറ്റഡ് ആസ് മീൻസ് ആൻഡ് എൻഡ്സ്. അതായത് ഒന്നുമില്ല, പാരഗ്രാഫിന്റെ ഒരു ബ്രീഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അക്കോർഡിംഗ് ടു കട്ട്സ് ആൻഡ് മോസ്ലി, മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളുടെ എൻവയോൺമെന്റിൽ, നമ്മൾ ജീവിക്കുന്ന ആ ഇടങ്ങളിൽ, നമ്മുടെ സാഹചര്യങ്ങളിൽ നടക്കുന്നുണ്ടോ, നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പൊരുത്തപ്പെടുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. പക്ഷെ നമ്മള് എപ്പോഴും ഇങ്ങനെ നമ്മൾ താന്ന് കോംപ്രമൈസ് ചെയ്യുക, നമ്മൾ കഷ്ടപ്പെട്ടിരിക്കണോ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾക്ക് വിത്ത് ലൈക്ക് ഇഷ്ടത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, ആ ഒരു സാറ്റിസ്ഫാക്ടറി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനും മെന്റൽ ഹൈജീനും ശരിക്കും പറയുന്നത്, പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഇൻ ഷോർട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നതാണ് നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരു മാർഗം വേണമല്ലോ. ആ മാർഗമാണ് മെന്റൽ ഹൈജീൻ, ലക്ഷ്യമാണ് മെന്റൽ ഹെൽത്ത്. നിങ്ങൾക്ക് നല്ല ഫിസിക്കലി ഹെൽത്ത് വേണം, ശരീരത്തിന് ആരോഗ്യം വേണം. അതിലേക്കുള്ള മാർഗം എന്താണ്? നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലേ. നമുക്കറിയാം ഓരോ ടൈപ്പ് ഫുഡ് ഹാബിറ്റ്സ് നല്ലതായിരിക്കണം. കാർബോഹൈഡ്രേറ്റ്സ് ആവശ്യത്തിന്, പ്രൊട്ടക്റ്റീവ് ഫുഡ് വേണം, എന്നാലാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂടുള്ളൂ. എനർജി ഗിവിങ് ഫുഡ് വേണം. അതിനനുസരിച്ച് അങ്ങനെ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ച് ചിലർ വെജിറ്റേറിയൻസ് ആയിരിക്കും, ചിലർ നോൺ വെജിറ്റേറിയൻസ് ആയിരിക്കും. അപ്പൊ ഏത് രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണോ നമുക്കുള്ളത്, അത് ശരിയായ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നത്. സോ അവിടെ മാർഗം ശരിയായ രീതിയിലുള്ള ഹൈജീൻ ഫുഡ് ഹാബിറ്റ്സ് ആണ് ഫിസിക്കൽ ഹെൽത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് കിട്ടുക എന്നുള്ളതിന്റെ ഒരു മാർഗം എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ശരിയായിരിക്കുക. നമ്മുടെ ലക്ഷ്യം മെന്റൽ ഹെൽത്ത് ആണ്. അതിലേക്കുള്ള മീൻസ് ആൻഡ് എൻഡ്സ്, എൻഡ് റിസൾട്ട് എന്താണ്, ഔട്ട്കം എന്താണ്, മെന്റൽ ഹെൽത്ത്. അതിലേക്കുള്ള മീൻസ് ആണ് മെന്റൽ ഹൈജീൻ. ഓക്കെ, സോ വാട്ട് വി യൂസ് ടു ഡു, വാട്ട് വി എയിം ടു ഡു. നമ്മൾ എന്താണോ എയിം ചെയ്യുന്നത് അതിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത്, അതാണ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ച് പറയുന്നത്. ഈ കട്ട്സ് ആൻഡ് മോസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമ ഇ കട്ട്സ് ആൻഡ് നിക്കോളാസ് മോസ്ലി ഒരു ഓതേഴ്സ് ആണ്. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് ആണ്. ഓൾമോസ്റ്റ് തീരാറായി. ഇത്രയാണ് മെന്റൽ ഹൈജീൻ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഇപ്പൊ പറഞ്ഞ ആ ഒരു സെന്റൻസ് ഇല്ലേ, അതിലൊരു കറക്ഷനും കൂടെ ഉണ്ട്. അത് തുടങ്ങുമ്പോൾ മെന്റൽ ഹെൽത്ത് ഈസ് ദ സയൻസ് എന്നാണ്, അത് മെന്റൽ ഹൈജീൻ എന്നാക്കുക കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്. ആ ഒരു പാരഗ്രാഫ് ആരാ വായിക്കുക? എന്തെന്നെ റീഡ് ചെയ്യണോ? ഞാൻ വായിക്കാം മാം. Mental health. A healthy individual is not only physically healthy but is also mentally healthy. The modern concept of health extends beyond the proper functioning of the body. It included a sound, efficient mind and controlled feelings. Health is a state of being sound or whole in body and mind. It means the both body integrated എന്തോ മാം സൈക്കോസ്മാറ്റിക് യൂണിറ്റ് എന്തോ സൈക്കോമാറ്റിക്. psychomatic units whose behavior is resolved by both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. അവിടെ 1, 2, 3, 4 ഫോർത്ത് ലൈനിൽ ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് എന്നും കൂടി ചേർക്കണേ. ഒന്നുകൂടി പറയാമോ മാം? അതിന്റെ ഫോർത്ത് ലൈനില്ലേ, ഇറ്റ് മീൻസ് ദാറ്റ് ബോത്ത് ബോഡി എന്ന് വരെയുണ്ട്, ആൻഡ് മൈൻഡ് എന്നും കൂടെ ചേർക്കണം. ആൻഡ് MIND മൈൻഡ്. It means that both body and mind okay. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ഹെൽത്തി മാത്രമല്ല വേണ്ടത്, മെന്റലി ഹെൽത്തി ആയിരിക്കണം. സൗണ്ട് മൈൻഡിന് സൗണ്ട് ബോഡി അല്ലെ, അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എ ഹെൽത്തി മൈൻഡ് ഇൻ ആൻഡ് ഹെൽത്തി ബോഡി, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഒരു മോഡേൺ കൺസെപ്റ്റ് വെച്ച് ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിന്റെ മാത്രമല്ല മനസ്സിന്റെയും കൂടെ ആരോഗ്യമാണ്. സൗണ്ട്, എഫിഷ്യന്റ് മൈൻഡ് ആൻഡ് കൺട്രോൾഡ് ഫീലിങ്സ്. നമുക്ക് നമ്മളുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റണം, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ഇതെല്ലാം സൗണ്ട് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സൗണ്ട് സ്ലീപ്പ് എന്നൊക്കെ നമ്മൾ പറയും, അതുപോലെ തന്നെ. ബോത്ത് ബോഡി ആൻഡ് മൈൻഡ് ഇന്റഗ്രേറ്റഡ്, അവരൊരു ന്യൂ വേർഡ് കാണാം, സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ്. ആ സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പലപ്പോഴും നമുക്ക് പല കോൺഫ്ലിക്ട്സ്, സ്ട്രെസ് ഒക്കെ വരാം അല്ലെ. പറഞ്ഞു ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകും. അപ്പൊ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഇച്ചിരി ഒന്ന് ഇതായിട്ട് സംസാരിക്കുമ്പോഴേക്കും നമുക്കൊരു കോൺഫ്ലിക്ട്സും സ്ട്രെസ്സും നമുക്ക് മനസ്സിൽ വരാം, അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഒക്കെ വരാം. അപ്പൊ അങ്ങനെ വരുമ്പോ മനസ്സിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലൂടെ ആയിരിക്കും. നമ്മുടെ ബോഡിക്ക് ചിലപ്പോൾ പെയിൻ, ഏതെങ്കിലും ഭാഗങ്ങളിലേക്കായിട്ട് പെയിൻ ഉണ്ട്, ഹെഡ് ഏക്ക് ഉണ്ട്, ചിലർ വോമിറ്റ് ചെയ്യും, ചിലർക്ക് ഡയറിയ ആയിരിക്കും, ലൂസ് മോഷൻ ആയിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലം. ടയേർഡ്നെസ് വരും, ഉറക്കക്കുറവ് വരും, ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആയിരിക്കും, പിന്നെ വിരികിനെ പോലെ നടക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കും. ചിലർ സ്വെറ്റ് ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത്, ബോഡി മൈൻഡും കണക്റ്റഡ് ആണ്. ആ ഒരു ഡിസ്റ്റർബൻസസ് നമുക്ക് നമ്മുടെ ഉള്ളില് മനസ്സിലൊരു സ്ട്രെസ് എന്തെങ്കിലും വരുമ്പോഴേക്കും അത് ബോഡിയിലൂടെ ആയിരിക്കും അതിന്റെ റിസൾട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒന്നാണ്, ബോഡി ആൻഡ് മൈൻഡ് ഒന്നാണ്, അത് സെപ്പറേറ്റ് യൂണിറ്റ്സ് അല്ല എന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ശരീരത്തിന്റെ ആരോഗ്യവും ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ ആസ് വെൽ ആസ് അതുപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അത് നമ്മുടെ സോഷ്യൽ വെൽബീയിങ്, ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്, അതിന്റെ ഒരു എഫക്റ്റീവ്നെസ്സും കൂടിയുള്ളതാണ്. ഓക്കെ, നമ്മളത് റീഡ് ചെയ്തിട്ട് വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ആ ഒരു പോർഷൻ തീരും. പെൻഡിങ് ആയിട്ടുള്ള അസൈൻമെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ മോക്ക് ടെസ്റ്റ് ഇട്ടില്ലല്ലോ തന്നെ കേട്ടോ, ഞാൻ നോട്ട് ചെയ്ത് വെക്കട്ടെ, ഞാൻ മറന്നുപോയി.
ഓക്കെ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? യെസ്. മിസ്, ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിലുണ്ടായിരുന്നില്ല, ഒരു ഡൗട്ട് ചോദിക്കാനായിരുന്നേ. മിസ് 3 അസൈൻമെന്റ് 3 ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒന്നും ക്ലാസ് റൂമിൽ ഇതുവരെ വന്നില്ലല്ലോ. അപ്പോ അത് സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാ? ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഈ ആക്ടിവിറ്റി നമ്മളിങ്ങനെ സബ്മിറ്റ് ചെയ്യണോ, അതോ കയ്യിൽ കരുതി പിടിച്ചാൽ മതിയോ? കയ്യിൽ സൂക്ഷിച്ചാൽ മതി. അതെല്ലാം വാല്യൂ ചെയ്യുന്നത് വൈവയുടെ ടൈമിലായിരിക്കും. അസൈൻമെന്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. മിസ്സേ, ആക്ടിവിറ്റി വന്നിട്ട് നമ്മുടെ നോട്ട്ബുക്കിൽ തന്നെ, നമ്മളിപ്പോ നോട്ട് എഴുതുന്ന നോട്ട്ബുക്കിൽ തന്നെ എഴുതി വെച്ചാൽ മതിയാവോ? മതി. ചാർട്ടായിട്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചാർട്ടായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതുക. ഏതെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ ഒരു നിങ്ങൾ പോകുന്ന ആ ഒരു സെഷൻ എടുക്കുന്നതിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും ആക്ടിവിറ്റി നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ അത് ചാർട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവുക, നോട്ട്ബുക്കുമായിട്ട് പോകരുത്. ഇനി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് വേണ്ടി ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Bye, miss.